കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചൂട് കുറയ്ക്കാനായിട്ട് ഓട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഓട് മേഞ്ഞ് 2-3 പ്രാവശ്യം വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഇന്ന് ഞായറാഴ്ച നമ്മൾ നിറച്ച് കറക്റ്റാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്തി ഓടിൻ്റെ ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് 10 മണിയും അതേപോലെ തന്നെ കുറച്ച് വേറൊരു പ്രത്യേകതരം ഒരു എൽച്ചെടി അതിങ്ങനെ പടർന്നു പോവും. ആ ചെടിയും കൂടി നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓടിൻ്റെ മുകളിലൂടെ നമ്മൾ ഈ ചെടീനെ വളർത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ചൂട് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ ചെറിയ ചെടീനെ കേട്ടോ ഞാൻ പറഞ്ഞത്, അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നല്ല വെയിലിന് ഉള്ളിലേക്ക് വെള്ളം ചൂടാവുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. അതേപോലെ ലീക്കും കാര്യങ്ങളൊന്നും ഈ കുറച്ച് ദിവസങ്ങൾ വെള്ളം കെട്ടി നിർത്തിയിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. വെള്ളം നിറഞ്ഞ് പോയതല്ലാണ്ട് ലീക്കായിട്ട് ഒത്തിനും പോകണില്ല കേട്ടോ. അപ്പം നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വർക്ക് ഏകദേശം 100% വിജയത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകണേ കേട്ടോ. ഇടയിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞൊന്നറിയില്ല, ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്ത്, അതായത് ആ ഓടിന് സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ചെറിയ റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട തീറ്റയും മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബോളിൽ 1-2 ഫൈറ്റർ ഫിഷിനെയും കൂടി എനിക്ക് വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ ഒരു മുകളിലേക്ക് വേണ്ട കറണ്ടിന് ആവശ്യമായ ഒരു സ്വിച്ച് ബോർഡും കൂടി നമ്മളവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഫിൽറ്റർ വയ്ക്കണം എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ള നമ്മുടെ വ്യൂ ഇപ്പോഴത്തെ ഫിഷ് ടാങ്കിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടാങ്കിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഷ് ടാങ്കിൻ്റെ വെള്ളം നിറയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേപോലെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ കൊടുത്തിട്ടുള്ളത് മുളയിന് കൊടുത്തതാണ് കേട്ടോ. കാരണം അതാണ് എനിക്ക് കുറച്ചുകൂടിയും താരതമ്യേന സാമ്പത്തിക കുറവ് തോന്നിയത്. കാരണം അതിന് ഒരു മുളയ്ക്ക് 100 രൂപയാണ് നമുക്ക് വന്നത്. അപ്പോൾ ഒരു മുള തന്നെ 2 ഭാഗമായിട്ട് നമുക്ക് വയ്ക്കാനും പറ്റി. അങ്ങനെ നമ്മൾ മുളയുടെ മുകളിലാണ് ഓട് മേഞ്ഞോർക്കണം കേട്ടോ. പിന്നെ ഒരു പോർഷൻ നമ്മൾ ഷീറ്റാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ അത്ര ഓടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അവിടേക്ക് നമുക്ക് ഇത്തിരി വെയിൽ കൂടുതലടിച്ചാലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഭാഗം ഷീറ്റ് കൊടുത്തത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഭംഗിയുള്ള വർക്കുകൾ അവിടെ വരുത്താം. പിന്നെ നമ്മൾ പെയിൻറ്റിങ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, വരയ്ക്കണ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വരയ്ക്കണം. അപ്പോൾ അത് പിള്ളേരുടെ ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അവർ വരയ്ക്കും. പിന്നെ ഇനി മീനുകളിടാന്നുള്ളതാണ് അടുത്ത പ്രക്രിയ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് മീനുകളുണ്ടായിരുന്നു. അതിൽ 1-2 ചത്തു. കാരണം അത് ഈ ചെറിയ ബൗളിൽ വെച്ചിട്ടുള്ള കാരണമുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ വെള്ളം മാറ്റി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് ഇന്ന് തന്നെയാണ് നമ്മൾ മീനെ ഇടാനുള്ള പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഇത്ര മീനുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നമ്മളിതിൽ ഇപ്പിടുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് മീനുകളും കൂടിയും കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മീനുകളതിനും പടം വരെയും പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മീനുകളൊക്കെ വളരെ ഉഷാറായിട്ട് തന്നെ അതിൽ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ പറഞ്ഞ പോലെ തോന്നിയില്ലേ. ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം കൂടി കിടന്നാലാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അശ്വൻകുട്ടിയത് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം കൊണ്ടൊക്കെ ഭക്ഷണമൊക്കെ കിട്ടും. കുറച്ചാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ എൻ്റെ രണ്ടാമത്തെ പുത്രനായ ആദിത്യനാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഷ് ടാങ്കിൽ നമ്മൾ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. മീൻസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണി പ്ലാന്റ് ഫിഷ് ടാങ്കിൽ വെക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതധികം കണ്ടിട്ടില്ല. പക്ഷേ യൂട്യൂബിൽ ഒരുപാട് കണ്ടു ഇങ്ങനെ മണി പ്ലാന്റ് വളർത്തുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് രൂപത്തിൽ തന്നെ അറിയിച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാണുന്നവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ മെസ്സേജ് രൂപത്തിൽ രേഖപ്പെടുത്തട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.